വീടുകളിൽ നിന്നും ഈ മാലിന്യം ശേഖരിക്കുന്ന പദ്ധതിക്ക് കട്ടപ്പന നഗരസഭയിൽ തുടക്കമായി. ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളായ TV, റേഡിയോ, കമ്പ്യൂട്ടർ, മൊബൈൽ ചാർജർ തുടങ്ങിയവയാണ് പ്രധാനമായും ശേഖരിക്കുക. ആദ്യഘട്ടത്തിൽ തൊടുപുഴ, കട്ടപ്പന നഗരസഭകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കട്ടപ്പന നഗരസഭയിലെ ഈ മാലിന്യ ശേഖരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി കഴിഞ്ഞയാഴ്ച നിർവഹിച്ചിരുന്നു. തുടർന്ന് 17, 20, 21 വാർഡുകളിൽ നിന്നും 250 കിലോ ഈ മാലിന്യങ്ങൾ ശേഖരിച്ചു. ബാക്കി വാർഡുകളിൽ നിന്നും ഈ മാലിന്യങ്ങൾ ശേഖരിച്ചു വരികയാണ്. കട്ടപ്പന നഗരസഭയിൽ എല്ലാ വീടുകളിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്നതിന് പകരം ഓരോ വാർഡിലും പ്രത്യേക പോയിന്റുകൾ നിശ്ചയിച്ചാണ് ഈ മാലിന്യം ശേഖരിക്കുന്നത്. വാർഡുകളിലെ പോയിന്റുകൾക്ക് പുറമെ നഗരസഭ ഓഫീസിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന തരത്തിൽ കളക്ഷൻ പോയിന്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ ആഴ്ച തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 15 മുമ്പ് തന്നെ സ്പെഷ്യൽ ഡ്രൈവായിട്ട് എല്ലാ വീടുകളിൽ നിന്നും നിലവിൽ ഉള്ള ഈ വേസ്റ്റ് കംപ്ലീറ്റ് ശേഖരിക്കുന്നതിനും ഇത് നിലവിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയുള്ള ഏജൻസിക്ക് ഇത് കൈമാറുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ എല്ലാ വാർഡുകളിലും തന്നെ നിശ്ചിത ദിവസം വാർഡ് കൗൺസിലർമാരുടെ അറിവോടുകൂടി അവർക്ക് അറിയിപ്പ് നൽകിക്കൊണ്ട് എല്ലാ വീടുകളിൽ സംബന്ധിച്ചിട്ട് സന്ദേശങ്ങൾ കൈമാറി നിശ്ചിത കേന്ദ്രങ്ങളിൽ ഇത് ശേഖരിക്കുന്നതിനും ഇത് റീസൈക്കിൾ ചെയ്യുന്നതിനും റീഫർബിഷ് ചെയ്യുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. കടകളിൽ വില കിട്ടുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽക്കുകയും ബാക്കിയുള്ളവ പരിസരത്ത് കൂട്ടിയിട്ട് മണ്ണിനെയും ജലസ്രോതസ്സുകളെ മലിനമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പണം നൽകി വീടുകളിൽ നിന്നും ഇത്തരം വസ്തുക്കൾ നഗരസഭാ ഹരിതകർമ്മസേന വഴി നേരിട്ട് ശേഖരിക്കുന്നത്. ഈ തുക ഹരിതകർമ്മസേനയുടെ കൺസോർഷ്യം ഫണ്ടിൽ നിന്നാണ് നൽകുന്നത്. ഇത്തരത്തിൽ ശേഖരിച്ച ഈ മാലിന്യം സർക്കാർ നിർദ്ദേശപ്രകാരം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.